കരിപ്പൂരിലെ സ്വർണം പൊട്ടിക്കലിൽ അറസ്റ്റിലായവരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയും കണ്ണൂർ വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ശരത്ത് മുഴക്കുന്നാണ് അറസ്റ്റിലായവരിൽ ഉൾപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ശരത്തടക്കം 13 പേരെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും പിടിയിലാക്കിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, എന്തൊക്കെ നിർണായകമായ വിവരങ്ങളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്? മിഥുൻ ചേരുന്നുണ്ട്. എന്തായാലും കണ്ണൂരിലെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് ഈ ഒരു സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നിരുന്നാൽ കൂടിയും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഉന്നതതല രാഷ്ട്രീയ നേതാക്കളിലേക്ക് കൂടി എന്തു തന്നെയായാലും ഈ ഒരു അന്വേഷണം ചെന്നെത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, ആ രാഷ്ട്രീയ നേതാക്കളടക്കം ഇതിൽ പങ്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയല്ലേ പ്രധാനപ്പെട്ടൊരു CPM നേതാവ് കൂടി ഇതിൽ ഉൾപ്പെടുന്നത്? തീർച്ചയായും വിഷ്ണു, അത് തന്നെയാണ് സംഭവം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ കണ്ണൂർ കരിപ്പൂരിൽ ഇത്തരത്തിൽ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് 13 പേരെ പിടികൂടിയിരിക്കുന്നത്. ഈ സംശയം, അതായത് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഇവിടെ എത്തിയതെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് സംഘം ഇവരെ പിടികൂടിയത്. ഈ 13 പേരിൽ ഏതാണ്ട് ഭൂരിഭാഗം പേരും കണ്ണൂർ സ്വദേശികളാണ്. ഇതിലാണ് CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടി ഉൾപ്പെട്ടിരിക്കുന്നെന്ന പ്രധാനപ്പെട്ട വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അറസ്റ്റിലായത് വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ശരത് ആണ്. അതായത് കണ്ണൂർ മുഴക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ശരത്. ഇയാളാണ് ഈ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് 13 പേരെ പോലീസ് പിടികൂടിയത്. ഇവരുടെ 2 ഇന്നോവ കാറുകളും ഒരു സ്കൂട്ടറും പോലീസും കസ്റ്റഡിയിലെടുത്തിരുന്നു. ആസൂത്രിതമായ കവർച്ച ലക്ഷ്യം വെച്ചാണ് ഇവർ ഇവിടെ എത്തിയതെന്ന് തന്നെയാണ് ഈ അന്വേഷണ സംഘം ഉൾപ്പെടെ പറയുന്നത്. ഇതിനിടയിലാണ് ഈ പ്രതികൾ പിടിയിലാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇതോടുകൂടി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിലെ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരു പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടുമെന്നടക്കമുള്ളൊരു സംശയം അല്ലെങ്കിൽ ഒരു വിശ്വാസം പോലീസുകാരെ സംബന്ധിച്ചുണ്ട്. ഏതായാലും അന്വേഷണം ആ ദിശയിലേക്കടക്കം നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനിടെ നമുക്കറിയാം, കണ്ണൂർ പിലാത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാനും ദിവസം മുമ്പാണ് ഇത്തരത്തിൽ മഹാരാഷ്ട്ര സ്വദേശികളായ സ്വർണ്ണ വ്യാപാരിയുടെ കാർ തടഞ്ഞു നിർത്തി പണവും സ്വർണവും കവരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതടക്കം ഈ സംഘത്തിന് ഇതിലടക്കം ബന്ധമുണ്ടോ എന്ന കാര്യം കൂടി സംശയം നിലനിൽക്കുന്നുണ്ട്. അതേസമയം ബ്രാഞ്ച് സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അറസ്റ്റിലായതോട് CPM വല്ലാത്ത പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം നേരത്തെ തന്നെ CPM അനുഭാവികളായ അർജുൻ ആയങ്കി അടക്കമുള്ള ആളുകൾ ഈ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസിന്റെ പിടിയിലാവുകയും അത്തരം നിരന്തരം ആരോപണം കേൾക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരു ബ്രാഞ്ച് സെക്രട്ടറി കൂടി സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇതിന് ഇവരുടെ രാഷ്ട്രീയ ബന്ധം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഇവരുടെ രാഷ്ട്രീയ ബന്ധം എന്നാണ് എന്നതിനെ സംബന്ധിച്ച് വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോഴത് കൃത്യമായി രാഷ്ട്രീയ ബന്ധം എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൂടി ഒരു വ്യക്തത വന്നിരിക്കുകയാണ് ആവശ്യം. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.